നമ്മൾ മലയ്ക്ക് പോയ സ്വാമിമാരെ കാത്തിരിക്കുക കേട്ടോ. അപ്പം ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല മിസ്സിങ് ആയിരുന്നു ഈ കുടും കിലും ഇല്ലാഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കലകലാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചീത്ത അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അച്ഛൻ ഓല ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഓല് വരുന്ന വരവിൽ മാലയൊക്കെ ഊരിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളും അതും ഇതൊക്കെയാണ്. അപ്പോൾ ഓല് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അമ്മയും അടുത്തമ്മയും എല്ലാവരും പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോണത്, ഒരേ ട്രെയിനിനാണ് പോണത്. അപ്പോൾ തിരൂരും കോഴിക്കോടും ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഓല ഇറങ്ങാൻ നിന്നപ്പോഴേക്കും കുടുവും കിലൊക്കെ സീനാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ പതിവുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഓലാണ്ട് ഇറങ്ങിയതും കരച്ചിൽ തുടങ്ങിയിട്ടാണ്. ഞാൻ ടാറ്റയും കൊടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കുണ്ട് കുടുവിൻ്റെ കണ്ണൊക്കെ ഉണ്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുടുവിനെ ആശ്വസിപ്പിച്ചിട്ടാ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ വിട്ട് 10 ദിവസം അവിടെ പോയി നിൽക്കാം. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുടുവിൻ്റെ അരങ്ങേറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. 4 നല്ല വിഷമാട്ടാ. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ കൊണ്ടാക്കാൻ പോകാൻ എന്താണെന്ന് വെച്ചാൽ കുടുവിന് നാളെ പരീക്ഷ ഉണ്ട്, ക്രിസ്മസ് പരീക്ഷ. അപ്പോൾ പിന്നെ പോയിട്ട് വരുമ്പോഴേക്കും ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പോൾ 6 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ കയറ്റി തിരിച്ചെത്തുമ്പോഴേക്കും 8 മണിയാവും നമ്മൾ വീട്ടിലെത്തുമ്പോൾ. പിന്നെ പഠിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഓലെ മൂടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ സ്റ്റാറൊക്കെ വാങ്ങിക്കൊടുന്ന് തൂക്കിയപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടാണ്.